വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ്. മോർണിംഗ് വാക്ക് 2025 രണ്ടാം ദിനം. അതെ, രണ്ടാം ദിനം. അപ്പോ പുതുവത്സരമാണ്. പുതുവർഷത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് പാലിച്ചു തുടങ്ങേണ്ട രണ്ടാമത്തെ ദിവസമാണ്. നിങ്ങൾ എത്ര പേർ ഇന്ന് ജോഗിങ്ങിനായി ഒപ്പം വാക്കിനായി ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിയണം. നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് എവിടെയാ? ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. അപ്പോ ആംബിയൻസ് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ മനസ്സിലാവുന്നുണ്ടാവും. അതെ, പക്ഷികളൊക്കെ ഇങ്ങനെ ചിലക്കുന്നുണ്ട്. അതെ, കൊച്ചിയിലെത്തി കഴിഞ്ഞ സഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു പ്ലേസ് ആണല്ലോ അല്ലേ? ഒരിക്കലും മിസ് ചെയ്യാത്ത, അതുപോലെ കൊച്ചിക്കാരുടെയും ഒപ്പം പുറത്തുനിന്നുള്ളവരുടെയും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. അപ്പം ബീച്ചിലെ കൂടുതൽ രാവിലെ കാഴ്ചകൾ, പ്രഭാത കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഒപ്പം കടലിന്റെ സൗന്ദര്യം ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളോടൊപ്പം പ്രേക്ഷകർ തുടരുക. അപ്പൊ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ വളരെ എനർജറ്റിക്കായി സ്വാഗതം ചെയ്യുന്നു അല്ലേ മോർണിംഗ് വാക്കിലേക്ക്. വെൽക്കം. അപ്പോൾ നമ്മൾ വാർത്തകൾ മാറ്റിവെക്കുന്നില്ല, പ്രധാനപ്പെട്ട വാർത്തകളിൽ തുടങ്ങാം. എന്തൊക്കെയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്ന വാർത്തകൾ, ഏതൊക്കെ വാർത്തകളിലാണ് നമ്മൾ ശ്രദ്ധ ഊന്നേണ്ടത്, ഇതൊക്കെ അറിയാം. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. നമ്മുടെ വാക്ക് വേയുടെ നമ്മുടെ നടത്തം ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു, ഇന്ന് ജനുവരി 2 വ്യാഴാഴ്ച, ധനു 18. യെസ്, കൊല്ലവർഷം 1200. അങ്ങനെ നല്ലൊരു ദിനമാവട്ടെ ഇന്ന് എല്ലാവർക്കും എന്ന് ആശംസിച്ച് നമ്മൾ ആദ്യ വാർത്തയിലേക്ക് കൂടി പോകണം. കഴിഞ്ഞ ദിവസം വന്ന ഒരു പ്രധാനപ്പെട്ട നമ്മളെ ഞെട്ടിപ്പിച്ച വാർത്തയായിരുന്നു കണ്ണൂരിലെ ആ വാഹനാപകടം. വൈകുന്നേരത്തോടെയാണ് ആ വാർത്ത വന്നത് അല്ലെ? സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് മറിഞ്ഞ് കണ്ണൂരിൽ ഒരു അപകടമുണ്ടായി. അപകടത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ജീവൻ നഷ്ടമായി. ഒരു വിദ്യാർത്ഥി ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ട ഡ്രൈവറുടെ മൊഴി ഇന്നലെ പുറത്തു വന്നിരുന്നു. ഈ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസിന് പ്രശ്നമുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൊഴി പുറത്തു വന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൂരിൽ നിന്നും. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വളക്കയിലെ ഈ സ്കൂൾ ബസ് മറിഞ്ഞ അപകടം, അതിൽ ഡ്രൈവറുടെ വാദങ്ങളെല്ലാം പൊളിയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ബ്രേക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ബ്രേക്കൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള പ്രാഥമിക കണ്ടെത്തൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ ഡ്രൈവറുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ അപകടത്തിന് ശേഷം ഈ ബസ്സിൻ്റെ ഡ്രൈവറുടെ മൊഴി മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും രേഖപ്പെടുത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഡ്രൈവർ നൽകിയിട്ടുള്ള മൊഴി എന്നുള്ളത്, ഈ വാഹനം നിയന്ത്രണം വിട്ടത് ബ്രേക്ക് പൊട്ടിയതിനാലാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് എന്നതാണ്. നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പെട്ടെന്ന് വെട്ടിച്ച ഘട്ടത്തിലാണ് ബസ് മലക്കം മറിഞ്ഞ് ഈ സംസ്ഥാന പാതയിലേക്ക് മറിഞ്ഞു വീണത് എന്നതാണ് ഈ ഡ്രൈവർ നൽകിയിട്ടുള്ള മൊഴി. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം അത് RTOയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധന ഈ വാഹനത്തിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ബ്രേക്ക് പൊട്ടിയിട്ടില്ല എന്നതാണ് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അത് അപകടത്തിന് ശേഷവും ഇത് ബ്രേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡ്രൈവറുടെ വാദം തെറ്റാണ് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കൃത്യമായി കാണാം, അപകടം നടക്കുന്ന സമയത്ത് ഇടതുവശത്തുള്ളൊരു മതിലിലേക്ക് ആദ്യം ഈ ബസ് അല്പം ഇടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് നിയന്ത്രണം വിട്ട് ഈ റോഡിലേക്ക് ഇത് മറിയുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് പെട്ടെന്ന് സംഭവിച്ചത് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടതുള്ളത്. അതിൽ ചില ആരോപണങ്ങളൊക്കെ ഈ ഡ്രൈവർക്കെതിരെ ഇന്നലെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഈ അപകടം നടക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചു എന്ന തരത്തിൽ, അതായത് വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു. CCTV ദൃശ്യത്തിൽ, അതായത് അപകടം നടന്ന അതേ സമയത്ത് തന്നെ ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തതായി കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളൊക്കെ ഈ മോട്ടോർ വാഹന വകുപ്പും പോലീസും ശേഖരിച്ചിട്ടുണ്ട്. സൈബർ വിഭാഗം ഉൾപ്പെടെ പരിശോധിച്ച് വരികയാണ്. അങ്ങനെ പെട്ടെന്ന് ഫോൺ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ഈ ശ്രദ്ധ മാറി നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് മലക്കം മറിഞ്ഞ് വീണതാണ് എന്ന പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് ഈ വാഹനത്തിന് കാലപ്പഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ കാലപ്പഴക്കമുണ്ട്.
എന്ന കാര്യം ഇന്നലെ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിറ്റ്നസിൻ്റെയും പ്രശ്നമുണ്ട്. പക്ഷേ അതൊരു അപകടത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നമായിട്ട് ഈ നിലവിൽ ഇന്നലെ അപകടത്തിന് കാരണമാകുന്ന ഒരു പ്രശ്നമായിട്ടില്ല. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ പ്രശ്നങ്ങൾ, സാങ്കേതികമായ തകരാറുകൾ ഈ ബസ്സിന് നിലവിലില്ല എന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എന്താണ്, ഈ ഫോൺ ഉപയോഗിച്ചതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശ്രദ്ധ മാറിയതാണോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഡ്രൈവർ ഇന്നലെ നൽകിയിട്ടുള്ള മൊഴി അത് തെറ്റാണ് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം ഈ നേദ്യമകളുടെ സംസ്കാര ചടങ്ങുകൾ കൂടി ഇന്ന് നടക്കുമെന്ന് അറിയുന്നുണ്ട്. അതിൻ്റെയൊക്കെ വിവരങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് പൂർത്തിയാവുക, ഒപ്പം മറ്റ് സംസ്കാര ചടങ്ങുകൾ, അതിൻ്റെ വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ് ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 9 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10:30 അത്തരം നടപടികൾ പൂർത്തീകരിച്ച് ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കുറുമാത്തൂരിലെ ചിന്മയ വിദ്യാലയത്തിൽ 11 മണി മുതൽ പൊതുദർശനമുണ്ടാകും. അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ടോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക എന്നതാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അപകടത്തിൽ മറ്റൊരു കുട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആ കുട്ടിയും പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. പക്ഷേ അതായത് ആ കുട്ടി അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരം ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരുന്നു. പരിക്കേറ്റ മറ്റെല്ലാ കുട്ടികളും ഇന്നലെ തന്നെ ആശുപത്രി വിട്ടു എന്ന ആശ്വാസകരമായിട്ടുള്ള വിവരവും ഇന്നലെ രാത്രിയോടെ തന്നെ ലഭിച്ചിരുന്നു. നാട്ടുകാരുൾപ്പെടെ ആ കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടിയുടെ ഗുരുതരമായ പരിക്കുണ്ട്, തലക്ക് മുറിവുണ്ട്. പക്ഷേ അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. ശരി. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില അതിനിയും ഭേദപ്പെടട്ടെ എന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസ് പ്രശ്നങ്ങളില്ല. അപ്പോൾ ആരുടെ പിഴവാണ്? ഡ്രൈവർ എന്താണ് ചെയ്തത്? ആ സമയത്ത് ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തിൽ മനസ്സിലാവട്ടെ. പക്ഷെ അപ്പോഴും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് എപ്പോഴും പറയുമ്പോഴും അതുണ്ടാകുന്നു എന്നത് എത്രമാത്രം ദൗർഭാഗ്യകരമാണ്. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വാർത്തയിൽ തുടങ്ങണമെന്നൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ മോർണിംഗിൽ തന്നെ വരുമ്പോൾ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കത് വാർത്തകളാണ്, അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാതിരിക്കാൻ വയ്യ. അപ്പോൾ വൈകി വന്ന പ്രേക്ഷകരോടെ പറയുകയാണ്, ഫോർട്ട് കൊച്ചിയിലാണുള്ളത്, ബീച്ചിലാണുള്ളത്. തൊട്ട് പുറകിൽ നമുക്ക് കാണാം വല്ലാർപ്പാടം ടെർമിനലിൻ്റെ ഒരു ഭാഗം LNG ടെർമിനലാണ്. അപ്പോൾ അതിങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. അവിടേക്ക് വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നു. മാത്രമല്ല പ്രജിൻ എത്ര രാവിലെ കടൽ തീരത്ത് വന്നിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര രാവിലെ, രാത്രി വന്നിട്ടുണ്ട്, മോർണിംഗിൽ വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ കന്യാകുമാരിയിലൊക്കെ പോയപ്പോൾ നമ്മൾ അവിടെ ഈ സൺറൈസ് കാണാനൊക്കെ മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് വന്നപ്പോഴും അല്ലാതൊക്കെ വന്നിട്ടുണ്ട്. വല്ലാത്തൊരു വൈബാ. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നൊരു പാട്ടുണ്ട്. ഈ തണുത്ത മൺചുരങ്ങൾ ഇതുവഴി മെല്ലെ വന്നൊരുമ്മ തന്നു കരൾ വിഴിയേ മാറുലഞ്ഞ നീല നീല ഓർമ്മയുണ്ടോ പാട്ട്? വരികൾ എനിക്കറിയില്ല. അതെ, നല്ല പാട്ടാണ്. വരികൾ പെട്ടെന്ന് കിട്ടിയില്ല. പക്ഷെ കടലിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടാണല്ലോ. ചിത്രീകരിച്ച അതിമനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഉള്ള സിനിമയാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോയാലോ? അതെ. സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി ഉണ്ടെങ്കിലും വെന്റിലേറ്റർ സഹായം തുടരും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ തീവ്രപരിചരണ വിഭാഗം വെന്റിലേറ്ററിൽ തുടരുന്ന MLAയുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുണ്ട്. വെന്റിലേറ്റർ സഹായം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ സ്വയം ശ്വാസം എടുക്കുന്നതുവരെ വെന്റിലേറ്ററിൽ തുടരും. അതേസമയം മൃദംഗ മിഷൻ MD നികോഷ് കുമാറും ഓസ്കർ ഇവന്റ്സ് ചുമതലക്കാരൻ ജിനേഷ് കുമാറും ഇന്ന് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും. ഇനി ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയിലേക്ക് നമുക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, അതായത് മുണ്ടക്കൈ ചൂരൽമല അവിടുത്തെ പുനരധിവാസം അത് നേരത്തെ തീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നു. അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ പുനരധിവാസം എങ്ങനെ എന്നതിന് കൃത്യമായ ഒരു മാർഗരേഖ ഉണ്ടാക്കുന്നു. ഇന്നലെ ആ പദ്ധതി സംബന്ധിച്ച് വിശദമായ വാർത്താസമ്മേളനം നടത്തിയാണ് മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും എന്താണ് അവിടെ നമ്മൾ ഒരുക്കുന്ന ടൗൺഷിപ്പ്, അതെങ്ങനെയാണ് എന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തായാലും ആ
പ്രഖ്യാപനത്തിനും വിശദീകരണത്തിനൊക്കെ ശേഷം ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വയനാട്ടിൽ എത്തുന്നുണ്ട്. 2 ടൗൺഷിപ്പുകളാണ്, കൽപ്പറ്റയിലും നെടുമ്പാലയിലും അല്ലെ, 2 ടൗൺഷിപ്പുകളാണ് സർക്കാർ ഒരുക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് അവലോകന യോഗം ചേരുന്നുണ്ട്. തുടർന്ന് എൽസ്റ്റൺ, നെടുമ്പാല എസ്റ്റേറ്റുകൾ അദ്ദേഹം സന്ദർശിക്കും. നെടുമ്പാല എസ്റ്റേറ്റിലും എൽസ്റ്റൺ എസ്റ്റേറ്റിലും ആസ്തി പരിശോധനയുടെ ഭാഗമായുള്ള സർവേയും ഇന്ന് തുടരുന്നുണ്ട്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദാണ് വയനാട്ടിൽ നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. കാരണം ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേരളം ഒന്നാകെ ഉറ്റുനോക്കി, അല്ലെങ്കിൽ കേരളത്തിനായി സഹായം നൽകിയവരെല്ലാം ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. എന്നാണ് ഇത് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ആദ്യ പടി സർക്കാർ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ അതിനൊരു തീരുമാനം വന്ന് ഇന്നിപ്പോൾ കെ രാജൻ തന്നെ നേരിട്ട് വയനാട്ടിൽ എത്തുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഇന്നത്തെ കാര്യങ്ങൾ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, പ്രവിത. തീർച്ചയായും വലിയ ഒരു പോസിറ്റീവ് വാർത്ത തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 5 മാസമായി ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലുമുള്ള ജനങ്ങൾ വലിയ ദുരന്തത്തിലാണ്. ആ ദുരന്തത്തിനൊക്കെ ഒരു അറുതിയാവുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രാവിലെ 10 മണിയോട് കൂടെ കളക്ട്രേറ്റിൽ എത്തുന്നുണ്ട്. ജില്ലാ കളക്ടർ അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ആ ഒരു ചെറിയൊരു അവലോകന യോഗമാണ്, ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന അവലോകന യോഗം. അതിനുശേഷമാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്ന 2 ടൗൺഷിപ്പുകൾക്കായി സ്ഥലം ഏറ്റെടുക്കുന്ന 2 ഇടങ്ങൾ കൂടി മന്ത്രി സന്ദർശിക്കും. പ്രധാനപ്പെട്ട 2 ഇടങ്ങളിലാണ് ഈ ടൗൺഷിപ്പുകൾ ഉണ്ടാവുക. ടൗൺഷിപ്പുകളിൽ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകും. താമസിക്കാനുള്ള വീടുകൾ മാത്രമല്ല, അവിടെ മാർക്കറ്റ്, ആശുപത്രി, അങ്കണവാടി, വിദ്യാലയങ്ങൾ അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയതിന് ശേഷമായിരിക്കും അവിടേക്കുള്ള മറ്റെല്ലാ സൗകര്യങ്ങളും ഒരുക്കുക. വൈദ്യുതിയും വെള്ളവും അതുപോലെ ഗതാഗത സൗകര്യവും ഒക്കെ തന്നെ ഒരുക്കാനുള്ള നടപടികൾ ആദ്യം തന്നെ പൂർത്തീകരിക്കും എന്ന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടി തന്നെയായിരിക്കും എല്ലാവരെയും പുനരധിവസിപ്പിക്കുക. അതിനുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എസ്റ്റേറ്റുകൾ 2 ഇടങ്ങളിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്, അതിലുള്ള സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതിൽ കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്ന് 48.96 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നിന്ന് 58.5 ഹെക്ടർ ഭൂമിയും ഏറ്റെടുക്കും. ഈ 2 ഇടങ്ങളിലാണ് ഇന്ന് മന്ത്രി സന്ദർശനം നടത്തുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവേക്കായിക്കൊണ്ട് ഉദ്യോഗസ്ഥരും എത്തുന്നുണ്ട്. സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിവാദം അല്ലെങ്കിൽ ചെറിയൊരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ 15 സെൻറ്റ് സ്ഥലമെങ്കിലും ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 10 ലഭിക്കും എന്ന് അവർ ഉറച്ച് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ 5 സെൻറ്റ് വീതം മാത്രമായിരിക്കും ഓരോ പുനരധിവാസത്തിൻ്റെ ഈ ദുരന്തബാധിതർക്ക് ലഭ്യമാവുക എന്നുള്ള ഒരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അതിൽ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. നേരത്തെയൊക്കെ വലിയ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടെ കഴിഞ്ഞവരാണ്. പക്ഷേ ഇനിയിപ്പോൾ 5 സെൻറ്റിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഒരു മാറ്റം സർക്കാർ വരുത്തണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. വയനാട് പുനർനിർമ്മാണ സമിതി എന്ന പേരിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിക്കാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. ഒപ്പം ചീഫ് സെക്രട്ടറിയും അതുപോലെ ജില്ലാ കളക്ടറും അധ്യക്ഷരായിട്ടുള്ള ഉപസമിതികളുണ്ട്. കൂടാതെ ഒരു നോഡൽ ഓഫീസറെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. വളരെ ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങളാണ് മുണ്ടക്കയിലും അതുപോലെ തന്നെ ചൂരൽമലയിലുമുള്ളത്. കഴിഞ്ഞ 5 മാസമായി അവർ അനുഭവിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് വളരെ വേഗത്തിൽ അറുതി വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രജിൻ, പ്രവിത. സമീർ സി മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകി. എന്തായാലും മന്ത്രിയുടെ വരുന്നു, അങ്ങനെ ആ പ്രവർത്തനങ്ങൾക്കൊരു വേഗം വരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എത്ര വീടുകൾ നിർമ്മിക്കും, അത് എന്നത്തേക്ക് പൂർത്തിയാകും എന്നൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ്. അത് സ്വാഭാവികമായിട്ട് ചെറിയ സമയമൊക്കെ എടുക്കും. പക്ഷെ അത് ഒരുപാടങ്ങ് നീണ്ടുപോകരുത്. കാരണം ആ ജനത അത്രമേൽ മുറിവേറ്റവരാണ്. എത്രയും പെട്ടെന്ന് ഒരു പുനരധിവാസം ഉണ്ടായി അവർക്ക് പഴയ ജീവിതത്തിന് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ കൂടി ഒരു നല്ല ജീവിതം പെട്ടെന്ന് തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കമന്റ് ബോക്സിലേക്ക് നോക്കാം പ്രവിത. ഇതിപ്പോൾ സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ഇതാ കഴിയുന്നു. 6:16 ഇപ്പോൾ സമയം. ഒരുപാട് പ്രേക്ഷകർ മോർണിംഗ് വാക്കിന്റെ ഭാഗമായി നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. കമന്റുമായി എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നു. അതിൽ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നു, ഇന്ന് പ്രാപ്രയാണല്ലോ, ക്രിസ്റ്റീന എവിടെയെന്ന് ചോദിച്ചു. ക്രിസ്റ്റീന ചേച്ചി ഇന്ന് ഒന്ന് അവധി എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ വന്ന് നമ്മൾ നടക്കുമല്ലേ, അപ്പോൾ ഒരു ദിവസം ഒന്ന് ബ്രേക്ക് ഒക്കെ എടുത്ത് വീണ്ടും എനർജിയുമായിട്ട് അടുത്ത ദിവസം തിരിച്ചു വരും. മിനി ബാബു പറയുന്നുണ്ട്, ഗുഡ് മോർണിംഗ് പ്രാപ്ര, എത്ര നാളായി നിങ്ങൾ ഒരുമിച്ച് പാട്ടും പാടി അവതരിപ്പിച്ചിട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതെ, നമുക്കും സന്തോഷം ഒരുമിച്ച് മോർണിംഗ് വോക്കിൽ വരാൻ പറ്റിയതിൽ. ഇതിപ്പോ ഷാജി കുണ്ടറ, മിസ്രിയ, ഷെരീഫ്, ഷാനിബ്, സ്റ്റാമ്പർ, പ്രിയേഷ്, മിനി ബാബു, ആരിഫ്, അത് ലേസിയസ് ക്യൂൻ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. പ്രവിധക്കുട്ടി ചോദിക്കാതെ തന്നെ പാട്ട് പാടിയത് കണ്ടോ പ്രജിൻ എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ലേസിയസ് ക്യൂൻ, അങ്ങനെ കുറെ കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. കമന്റുകളൊക്കെ പോരട്ടെ. ഞാൻ ക്രിസ്റ്റീനയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പം ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്റ്റീനയെ ഗുഡ് മോർണിംഗ് അറിയിച്ചേക്കാം. പിന്നെ എന്നോടാണ് പറഞ്ഞതെന്ന് വിചാരിച്ചാൽ ഞാൻ ആ ഗുഡ് മോർണിംഗ് ഇങ്ങനെ എടുക്കുന്നു. ഓക്കെ, അടുത്ത വാർത്തയിലേക്ക് പോകാം നമുക്ക്.
ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസം കൂടിയാണ്. സംസ്ഥാനത്തിന്റെ 23ാമത് ഗവർണറായി ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് പുതിയ ഗവർണറുടെ പേര്. നീണ്ട പേരാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന നീണ്ട പേരിന് ശേഷം മറ്റൊരു നീണ്ട പേരുള്ള ഗവർണർ കേരളത്തിലേക്ക് എത്തിയാണ്. ഒന്നുകൂടെ പേര് പറയാം, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്നാണ് പുതിയ ഗവർണറുടെ പേര്. ഇന്നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. NG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് മുൻ ഗവർണറുമായിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്താ പറയുന്നത്, യുദ്ധമായിരുന്നു സത്യം പറഞ്ഞ സർക്കാരും ഗവർണറും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് ഒരു യാത്രയയപ്പ് ചടങ്ങൊന്നും കൊടുത്തിരുന്നില്ല. പക്ഷെ ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച വ്യത്യസ്തമാണ്. പഴയ ഗവർണർക്ക് യാത്രയയപ്പ് ചടങ്ങില്ല. പക്ഷെ ഇന്നലെ മന്ത്രിമാരും നേരിട്ടെത്തി വിമാനമിറങ്ങിയ പുതിയ ഗവർണറെ സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇന്നത്തെ ചടങ്ങുകൾ എന്താണ്, എപ്പോഴാണ്, ആരൊക്കെയാണ് പങ്കെടുക്കുക? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് പ്രജിൻ. സംഭവബഹുലമായ 5 വർഷം പൂർത്തിയാക്കിയായിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തലസ്ഥാനത്ത് നിന്ന് മടങ്ങിയത്. പുതിയ ഗവർണർ ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നലെ ഗവർണറെ സ്വീകരിച്ചത്. ഈ 23ാമത് കേരള ഗവർണറായി വിശ്വനാഥ് രാജേന്ദ്ര അർലേക്കർ ഇന്ന് 10:30 ചുമതല ഏൽക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. 10:30 രാജ്ഭവനിൽ നിലവിൽ ഈ ചടങ്ങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനു മുന്നോടിയായി പോലീസിന്റെയും സായുധ സേനയുടെയും ഗാർഡ് ഓഫ് ഓണർ പുതിയ ഗവർണർക്ക് നൽകും. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മറ്റു മന്ത്രിമാർ, സ്പീക്കർ, DGP അടക്കമുള്ള വ്യക്തികളായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച ഈ പുതിയ ഗവർണറുടെ നിലപാടുകൾ ഏറെ നിർണായകമായിരിക്കും. നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ അത്ര രസത്തിലായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഒരു ശീതസമരം അല്ലെങ്കിൽ ഒരു ശീതയുദ്ധത്തിൽ തുടങ്ങി പിന്നീട് ഒരു പരസ്യ പോർവിളികളിലേക്കും കലാപത്തിലേക്കും പോയ സാഹചര്യമായിരുന്നു മുൻ ഗവർണറുടെ കാലത്ത് ഉണ്ടായിരുന്നത്. പല ഘട്ടങ്ങളിലും സർക്കാരിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. സുപ്രധാന ബില്ലുകളിൽ പോലും ഒപ്പിടാതെയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയത്. ആ ഒരു അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു യാത്രയപ്പ് ചടങ്ങ് പോലും നൽകാൻ സർക്കാർ തയ്യാറാക്കാത്തത്. പക്ഷേ പുതിയ ഗവർണറുടെ നിലപാട് എങ്ങനെ ആയിരിക്കുമെന്ന ഒരു കൗതുകമാണ് പ്രധാനമായും ഇക്കാര്യത്തിലുള്ളത്. കാരണം ഈ RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അർലേക്കർ. BJP പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ തുടർന്ന ഈ സർക്കാരുമായി എങ്ങനെയായിരിക്കും ഗവർണറുടെ നിലപാടുകൾ എന്നത് ഏറെ നിർണായകമായിരിക്കും. കാരണം ഇനി നിയമസഭാ സമ്മേളനങ്ങളടക്കം നടക്കാനുണ്ട്. പക്ഷേ ഇന്നലെ തലസ്ഥാനത്തെത്തിയ ആ ഒരു ഘട്ടം മുതൽ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് സർക്കാരുമായുള്ള ഒരു സമീപനം. കാരണം താൻ സർക്കാരിനെ സഹായിക്കാനാണ് എത്തുന്നത് എന്നതായിരുന്നു വിശ്വനാഥ് രാജേന്ദ്ര അർലേക്കറിന്റെ ആദ്യ പ്രസ്താവന പോലും. എന്തായാലും സർക്കാരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പുതിയ ഗവർണറെ കാണുന്നത്. 10:30 സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. പ്രജിൻ, പ്രവിത. MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് സർക്കാരിന്, ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനെ മിസ് ചെയ്യുമല്ലേ? എല്ലാ ദിവസവും മാധ്യമങ്ങളെ കണ്ട ഒരു ഗവർണർ, പലപ്പോഴും അതായത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ മടി കാണിക്കാത്തൊരു ഗവർണറായിരുന്നു. പിന്നെ വിവാദ വിഷയങ്ങൾ പറയണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് അറിയുന്നതാണ്. പലപ്പോഴും ഗവർണർ വായ തുറന്നൊക്കെ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾക്ക് അത് ചർച്ചയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോക്കാം പുതിയ ഗവർണർ എങ്ങനെയാണ് സർക്കാരുമായി ഒത്തുപോകുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ളത്. നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പോയല്ലോ. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, അത് പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന കാര്യം കൂടിയാണ്. ഇന്ന് മന്നം ജയന്തിയാണ്. അതെ, സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ ജന്മവാർഷിക ദിനമാണിന്ന്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച കർമ്മയോഗിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മന്നത്ത് പത്മനാഭൻ അനാചാരങ്ങൾക്കും സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ പോരാടിയ വ്യക്തിത്വം കൂടിയാണ്. സമൂഹ നന്മയ്ക്കൊപ്പം സ്വന്തം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ. നേതൃപാടവം കൊണ്ടും സംഘടനാ ചാതുരി കൊണ്ടും ശ്രദ്ധേയനായ മന്നത്ത് പത്മനാഭൻ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയും ശക്തമായ നിലപാടാണ് എക്കാലത്തും സ്വീകരിച്ചത്. ജാതിമത വേർതിരിവില്ലാതെ എല്ലാവർക്കുമായി കുടുംബക്ഷേത്രമായ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീക്ഷേത്രം തുറന്നു നൽകിയായിരുന്നു മന്നത്തിന്റെ സാമൂഹ്യ ഇടപെടലുകളുടെ തുടക്കം. 1914 നായർ സമുദായ ഭൃത്യജന സംഘം ആരംഭിച്ച് സമുദായ പരിഷ്കരണത്തിന് തുടക്കമിട്ടു.
പിന്നീട് അത് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്തു. വൈക്കം സത്യഗ്രഹത്തെ എതിർത്ത സവർണരെ അണിനിരത്തി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിച്ച സവർണ ജാഥയും ഗുരുവായൂർ സത്യഗ്രഹവും മന്നത്ത് പത്മനാഭന്റെ നേതൃപാടവം അടയാളപ്പെടുത്തി. പ്രായപൂർത്തി വോട്ടവകാശ പ്രകാരം തിരുവിതാംകൂറിൽ ആദ്യമായി നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭാ സാമാജികനായി വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കർമ്മപരിപാടികൾ വിജയകരമായി നടപ്പിലാക്കിയ മന്നത്ത് പത്മനാഭൻ ഒട്ടനവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. കാലാതീതമായ ദർശനങ്ങളും നിലപാടുകളും കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിന്റെ ചാലകശക്തിയായി മാറി എന്നതാണ് മന്നത്ത് പത്മനാഭന്റെ പ്രസക്തി. റിസർച്ച് ഡെസ്ക് 24. യെസ്, അപ്പോൾ അതാണ് എന്തായാലും മന്നൻ ജയന്തി ആണ്, അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളുണ്ട്. ഇന്ന് മാത്രമല്ല ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ കഴിഞ്ഞ രാഷ്ട്രീയ നീക്കം എന്ന് പറയാൻ പറ്റില്ല. മന്നൻ ജയന്തിയിലേക്ക് NSS നമ്മുടെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ക്ഷണിച്ചതൊക്കെ വലിയ വാർത്തയാണ്. അപ്പോൾ ഇന്ന് മന്നൻ ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നു. നേരത്തെ മുഖ്യപ്രഭാഷകനായാണ് ചെന്നിത്തലയെ NSS ക്ഷണിച്ചത്. അറ്റോർണി ജനറൽ R വെങ്കിട്ടരമണിയായിരുന്നു നേരത്തെ നിശ്ചയിച്ച ഉദ്ഘാടകൻ. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ അസൗകര്യം അറിയിച്ചതോടെയാണ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്. 11 വർഷം നീണ്ട അകൽച്ച അവസാനിപ്പിച്ചാണ് ചെന്നിത്തല ഇന്ന് NSS ആസ്ഥാനത്തെത്തുന്നത്. രമേശ് ചെന്നിത്തലയെ NSS ക്ഷണിച്ചതിന് പിന്നാലെ വലിയ രാഷ്ട്രീയ വിവാദമായി ഇത് മാറുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെന്ന ചർച്ചയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് മുൻതൂക്കവും ലഭിച്ചു. കോൺഗ്രസിനുള്ളിൽ അതൃപ്തി തുടരുന്ന സാഹചര്യത്തിലാണ് ചെന്നിത്തലയെ മന്നം ജയന്തി ആഘോഷത്തിന്റെ ഉദ്ഘാടകനായും തീരുമാനിച്ചത്. താക്കോൽ സ്ഥാന പരാമർശത്തെ തുടർന്ന് 2013 ചെന്നിത്തല NSSുമായി അകന്നത്. പിന്നീട് NSSന്റെ ഒരു പരിപാടിയിലും ചെന്നിത്തലയ്ക്ക് ക്ഷണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം ഒരു NSSന്റെ വേദിയിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നു എന്നത് വളരെ നിർണായകമാണ്. അത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പ്രവിത പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി ആരായിരിക്കും ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നാൽ എന്നൊക്കെയുള്ള ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിച്ച് വരുന്ന സമയത്താണ് ഇന്ന് രമേശ് ചെന്നിത്തല NSS വേദിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോ നമ്മുടെ മോർണിംഗ് വാക്കിനായുള്ള ഫോർട്ട് കൊച്ചി ഞാൻ എന്റെ ലാംഗ്വേജ് പറയട്ടെ. നേരം പരപരാ വെളുത്തു. അത് കുറുവിയുടെ മാത്രം ലാംഗ്വേജ് ഇല്ല, നമ്മളൊക്കെ പറയാറുണ്ട്. മസ്തി പിടിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത്തരം വാക്കുകൾ വരില്ല എന്നുള്ളതാണ്. ഞാൻ നോക്കുക, ഫോർട്ട് കൊച്ചിയിൽ നിന്നും നമുക്ക് ചെറുതായിട്ട് വെളിച്ചമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തതയോടെ പ്രേക്ഷകർ കാണാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ബീച്ചിന്റെ ഒരു സുന്ദരമായ കാഴ്ച. ഇപ്പോഴും വളരെ ആക്റ്റീവാണ് ഫോർട്ട് കൊച്ചിയിലെ ഈ ഒരു പ്രദേശം എന്നുള്ളതാണ് അല്ലേ. അതെ, ഫോർട്ട് കൊച്ചി ബീച്ച് മിക്കവാറും സമയങ്ങളിൽ ആളുകൾ ഉണ്ടാവാറുണ്ട്. അവിടെ തീരെ ആളനക്കം ഇല്ലാത്തൊരു ബീച്ചല്ല. ഇപ്പൊ തന്നെ അവിടെ കുറെ കുട്ടികൾ ഇരിപ്പുണ്ട്. അവരോടൊപ്പം കുറച്ച് പേര് ബീച്ചിലേക്ക് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് പ്രതീക്ഷ. അങ്ങേയറ്റത്ത് കണ്ട ഒരു ഷിപ്പ് കിടപ്പുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അതെ അതെ, അത് മാത്രമല്ല നമുക്ക് അവിടെ കടലിറങ്ങി കുളിക്കുകയാണോ ഇനി അത് വലതിരിക്കുകയാണോ ഒക്കെ നമുക്ക് നോക്കണം, വ്യക്തമാകുന്നില്ല അല്ലേ. അതെ അതെ. പിന്നെ ഇവിടെ ഫുൾ ടൈം ഓൺ ആണ് കേട്ടോ, ഫുൾ ടൈം വൈബിലാണ് പല ആൾക്കാരുള്ളത്. ഇവിടെ മ്യൂസിക് ഒക്കെ വെച്ച് ഇപ്പോൾ സ്റ്റിൽ റോക്കിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗിൽ തന്നെ ഫുൾ വൈബാണ്. പിന്നെ ഇതാരുടെയാ സ്പീക്കർ? ആരുടെയാ? ആണല്ലേ. നൈറ്റിലും ഡേയിലും ഒക്കെ ഓൺ ആയിരിക്കുന്നത്. മോർണിംഗ് വാക്കിന് വരാറുണ്ടോ? എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം? ഇവിടെ കൊച്ചി തന്നെ, ചുള്ളിക്കല്. നടക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഇതെവിടെ ഒരു നായ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നുണ്ട് ഈ പാട്ടിന്റെ ഒക്കെ ഇടയില്. പാട്ടൊന്നും പ്രശ്നമല്ല. അപ്പോൾ അതങ്ങനെയാണ്. കൊച്ചിയിലെ മച്ചാമാരൊക്കെ ഇവിടെ ഉണ്ട്. അവരെല്ലാം രാവിലെ തൊട്ട് തന്നെ ഫോർട്ട് കൊച്ചി ഒന്ന് കളറാക്കാൻ അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലെ വൈബ് ആസ്വദിക്കാൻ എത്തിയിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ വെച്ച് അവർ ഫുൾ ടൈം ഓൺ ആണ്. അതിനിടെ ശരിക്കും മോർണിംഗ് വാക്കിന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആളുകൾ കൂടിയുണ്ട്. അവർ ഈ വാക്ക് വേയിലൂടെ ഇങ്ങനെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു കടൽ ഇങ്ങോട്ടേക്ക് മുൻപ് കയറിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. വേലിയേറ്റ സമയത്ത് കയറി വരുന്നതാണ്. ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. അപ്പൊ നമുക്ക് വാർത്തയിലേക്ക് കൂടി ഒന്ന് പോവാം. ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഇന്നത്തെ അപ്ഡേറ്റ് നോക്കാം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസിലെ അധ്യാപകരെയും CEO ഷുഹൈബിനെയും കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ എവിടെയാണ് ഇവരൊക്കെ ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 2 അധ്യാപകരുടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയിരുന്നു. ഇവർ ഒളിവിലാണെന്ന വിവരമാണ് അന്വേഷണ സംഘത്തിനുള്ളത്. 3 തവണ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. അതേസമയം ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഗൂഢാലോചന കുറ്റം ചുമത്തിയതിന്റെ കാരണം വ്യക്തമാക്കി അഡീഷണൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.